സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറ്റുള്ളത് ഈ ടി വിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ്. അതായത് എൻ്റെ റിവ്യൂ ആണ്. കുറച്ച് ദിവസമായി വാങ്ങിച്ചിരിക്കുന്നു. കുറച്ച് സിനിമകളൊക്കെ കണ്ടു. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ജിയോ സിനിമയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ FC നോക്കൗട്ട് ആയിരുന്നു. അതിൽ ബ്ലാസ്റ്റേഴ്സ് തോക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സീസൺ കൂടി അവസാനിച്ചു. 10th സീസൺ അങ്ങനെ കഴിഞ്ഞു. എന്തായാലും നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ടി വി എന്ന് പറയുന്നത് സോണിയുടെ ബ്രാവിയാണ്. സോണിയുടെ ബ്രാവിയ ഇഞ്ച് എന്ന് പറഞ്ഞാൽ 55 ആണ് ഇഞ്ച്. അപ്പം ഈ ടി വി എന്ന് പറയുന്നത് കണ്ട സോണിയാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. സോണി. ഞാനിപ്പോൾ ഒരു ക്ലിപ്പ് കാണിക്കാം. ആവേശം കണ്ടൊരു ക്ലിപ്പാണ്. രാത്രിയിൽ സിനിമയൊക്കെ കാണാൻ അടിപൊളിയാണ്, ബെസ്റ്റാണ്. ഒരു ഹോം തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്ന ഒരു ഫീൽ ആണെന്ന് പറയാം. അത്രയ്ക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ടി വിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പം പിന്നെ വേറെ ഫീച്ചർ എന്ന് വെച്ചാൽ ഇതിൻ്റെ റിമോട്ട് കണ്ടോ. ഞാൻ ഒരു ബീറോൾ ഷോട്ട് കാണിക്കാം, അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് ഷോട്ടൊക്കെ ഒന്ന് കാണിക്കാം. അപ്പം ഈ റിമോട്ട് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഉണ്ട്, നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, യൂട്യൂബ് മ്യൂസിക് ഉണ്ട്, പ്രൈം വീഡിയോ ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് മാറി നിന്നിട്ട് ടി വി ഓണാക്കി കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പം ടി വി ഓണാക്കി അപ്പം താഴെ കാണാം ചെറിയൊരു സിഗ്നൽ കാണാം. താഴെ ഒരു ഇപ്പൊ പോയത് ഒരു ലൈറ്റ് കളർ ഇങ്ങനെ ലൈറ്റ് കാണായിരുന്നു. ഇപ്പം എന്തായാലും പോയി. അപ്പം ഇതൊക്കെ റിഫ്രഷ് ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് ആ കളിയുടെ ഒരു ആഡ് പോയത്. ഇപ്പൊ മഞ്ഞുമൽ പോയി ജസ്റ്റ് അറൈവ്ഡ്. സിനിമ കാണിച്ചു തരുന്നില്ല, കാരണം കോപ്പിറൈറ്റ് അടിക്കും. ഞാൻ പിന്നെ വേറെ ഏതെങ്കിലും ദിവസം ഞാനിത് റെക്കോർഡ് ചെയ്തിട്ട്, പക്ഷെ നിങ്ങൾ കാണുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ കാണുമ്പോൾ എല്ലാ സീനും കൂടി ഒരുമിച്ചായിരിക്കും കാണുന്നത്. ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഒരു ദിവസം, അടുത്ത വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് വേറെ ദിവസം, അങ്ങനെ ആയിരിക്കാം. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ആവേശത്തിൻ്റെ ഇങ്ങനെ സീൻ പറ്റുവാണെങ്കിൽ കാണിക്കാം. പക്ഷേ അടുത്ത ഈ വീഡിയോ വരുന്ന കുറച്ച് ദിവസം കഴിഞ്ഞായിരിക്കും, കാരണം എനിക്ക് കുറച്ച് ക്ലിപ്പ് എടുക്കാനുണ്ട് ഇത് ബന്ധപ്പെട്ട് ഇതിൻ്റെ ക്ലാരിറ്റി കാണിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഗൂഗിൾ ടി വി ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ ടി വി ഇങ്ങനത്തെ ടി വി യൂസ് ചെയ്യുന്നവർക്കറിയാം. ഗൂഗിൾ ടി വി ആണ് എൻ്റെ മെയിൻ എന്ന് പറയുന്നത്. ജിയോ സിനിമയിൽ കളി കാണാം. മഞ്ഞുമൽ ബോയ്സ്, പിന്നെ മർഡറിൻ മാഹിം. ഇത് എൻ്റെ ചേട്ടൻ ഇതിനകത്ത് എന്തോ സൗണ്ട് എഞ്ചിനീയറിങ്ങോ ഡയലോഗ് എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളിത് പൈസക്കാരാണെങ്കിൽ ഇത് കാണുക, കാരണം ഇത് പ്രീമിയം ആണ് ജിയോ സിനിമയിൽ. അപ്പം പൈസക്കാരാണെങ്കിൽ ജിയോ സിനിമ വഴി കാണാം. അപ്പം എൻ്റെ ചേട്ടൻ പ്രേം ശങ്കർ എന്തോ ചെയ്തിട്ടുണ്ട് അത് ഈ സിനിമയ്ക്കകത്ത്, ഈ ഒരു സീരീസിനകത്ത്. അപ്പോൾ എന്തായാലും വേറെ കുറേ ഉണ്ട്. നമുക്കെന്തായാലും അപ്പം 4K ഒരു സീൻ വെച്ച് നോക്കാം. അതിൻ്റെ ക്ലാരിറ്റി ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് കാണിച്ചു തരുന്ന നേരത്താണ് ഞാൻ ഓർത്തത് എന്തുകൊണ്ട് എനിക്ക് ഈ റിമോട്ടിനകത്ത് യൂട്യൂബ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാൻ മേലെന്ന്. അപ്പോൾ യൂട്യൂബ് ക്ലിക്ക് ചെയ്തു, ടി വിയിൽ യൂട്യൂബ് വന്നു. യൂട്യൂബിൻ്റെ അകത്ത് അപ്പോഴത്തെ കരിക്കിൻ്റെ പൊരുളുണ്ട്. ക്ലാരിറ്റി കണ്ടോ ഗൈസ്? കർട്ടൻ ഇടാത്തോണ്ടാണ് വിൻഡോ കാണുന്നത്. സൗണ്ട് ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചു തരാം. ഈ വീഡിയോയുടെ കൂടെ ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പം ഇപ്പൊ ഞാൻ കാണിച്ചെന്ന് വെച്ചാൽ ജസ്റ്റ് അതിന്റെ ക്ലാരിറ്റി കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വെച്ചത്. ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് ഒരു യൂട്യൂബിൽ. ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിക്കും, ഒരു 4K അറ്റ്മോസ്, ഒരു സൗണ്ടൊക്കെ ഉള്ള ഒരു വീഡിയോ കാണിച്ചു തരാം. അടുത്തത് ഞാൻ വേറൊരു പ്രത്യേകത കാണിച്ചു തരാം. എല്ലാവർക്കും ഒബ്വിയസ് ആയിട്ട് അറിയാം അടുത്തത്, പക്ഷെ എനിക്കിതൊരു പുതുമയാണ്. ഇതിൻ്റെ അകത്ത് ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ട്. സൗണ്ട് കേൾപ്പിച്ച് തരാം, പക്ഷെ അതൊരു സിനിമാറ്റിക് ഷോട്ട് അല്ലെങ്കിൽ ബി റോളോ എന്തെങ്കിലും വഴിയേ ഇത് കാണിച്ചു തരാൻ പറ്റുള്ളൂ. കാരണം
അല്ലാതെ എനിക്ക് വാഗ് കൊണ്ട് ഇങ്ങനെ അടുത്ത് വെച്ച് സംസാരിക്കുന്നത് കാണിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ കാണിച്ചുതരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുക, ഇങ്ങനെ നിന്നാൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഏതായാലും ഗൂഗിൾ അസിസ്റ്റന്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു റെഡ് ചിക്കിനെ തെളിയും. ജിയോ സിനിമ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ടൈപ്പിൽ മോർമയോ പറഞ്ഞ് വരുന്നുണ്ട്. നമ്മുടെ ജിയോ സിനിമ വന്നിരിക്കുന്നു. ഡീമൺ സ്ലെയർ ഹഷീറ ട്രെയിനിങ് ഏതോ ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. പിന്നീട് ഇന്നലത്തെ കളി RCBയും DCയും കൂടി, ബാംഗ്ലൂരും ക്യാപിറ്റൽസും കൂടി കളിച്ച് ക്യാപിറ്റൽ ജയിച്ചത്. ന്യൂസ് ഉണ്ട്. ന്യൂസിന് കാശ് കൊടുക്കണ്ട, പക്ഷെ പ്രീമിയം ഫീച്ചർ ഇതാണ്. അല്ലെ ചേട്ടൻ ചെയ്ത ആ ഒരു സൗണ്ട് ഡിസൈൻ ചെയ്ത ഈ ഒരു സീരീസ് ജിയോ സിനിമയുടെ. അപ്പോൾ ഈ ഇന്നത്തെ ആദ്യത്തെ കളിയുണ്ട്. CSK, അതായത് ചെന്നൈ വേഴ്സസ് രാജസ്ഥാൻ റോയൽസ്. അതിന് മാച്ചിന്റെ ഹൈലൈറ്റ്സ് ഉണ്ട്. RCBയുടെ പ്ലെയർ, ഇങ്ങനെ കുറേ ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ അകത്ത് ഈ ഒരു മാച്ച് വെച്ച് കാണിച്ചു തരാം. എൻ്റെ ഫേവറേറ്റ് ടീം CSK, ചെന്നൈ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു കളി കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ആ ഒരു ക്ലിപ്പും കണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിവിടെ പിന്നെ കുറേ സിനിമാസ് ഉണ്ട്. സിനിമയും പിന്നെ യൂട്യൂബിലെ കുറച്ച് ക്ലിപ്സും, അതായത് ഗ്ലിംസ്. ഇവിടെ പോയി ഇവിടെ കണ്ടത് യൂട്യൂബിലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. യൂട്യൂബിൻ്റെ മഴവിൽ മനോരമയുടെ ഒരു ചിരിയുടെ ഒരു ഹൈലൈറ്റ്സ് ഉണ്ട്. പിന്നെ രോമാഞ്ചം അത് കാണിച്ചു തരാമില്ല, കാരണം എല്ലാത്തിനും നമ്മൾ മൊബൈലിൽ കാണുന്ന എന്തൊക്കെയാണോ അതൊക്കെ TV-ക്കകത്ത് കാണിച്ചു കൊടുക്കാം. മൊബൈലിനകത്ത് ഇപ്പം ഫ്രീ ആയിട്ട് കാണാം, OTTയിൽ ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന സിനിമകളും പരിപാടികളെല്ലാം. പക്ഷെ ഇതിനകത്ത് കാശ് നല്ലോണം വലിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം കാശ് കൊടുക്കുന്ന ഒന്നിലും അത് പേരൊന്നും കൊടുത്തിട്ടില്ല. അതായത് അത് കാശ് വെച്ച് ഞാൻ ഒരു സിനിമ കണ്ടിട്ടില്ല. ഇതിനകത്ത് ഫുൾ ടെലിഗ്രാം വഴി സിനിമ കയറ്റി കാണുന്ന പരിപാടിയാണ് ഇപ്പോഴും. അപ്പം എന്തായാലും അത് ഇത് TV പക്ഷെ നമ്മൾ കണക്ട് ചെയ്താലേ കിട്ടത്തുള്ളൂ. ഞാൻ സെറ്റപ്പ് ബോക്സ് കണക്ട് ചെയ്തിട്ടില്ല. അപ്പം എന്തായാലും ഒരു നെറ്റിൻ്റെ ഉണ്ടായിരുന്നു. നെറ്റിൻ്റെ കിങ്സ് പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു നെറ്റിൻ്റെ ഒരു സെറ്റപ്പ് ബോക്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് യൂസ് ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ അത് OTT ആണെന്ന് പേരിന് ഒരു സെറ്റപ്പ് ബോക്സ് ആണെന്നേ ഉള്ളൂ. OTT പ്ലാറ്റ്ഫോംസിലൊന്നും കിട്ടുന്നില്ല അധികം. അപ്പം ഇത് TV അങ്ങനെ നമ്മളിപ്പം കേരള വിഷനോ എയർടെല്ലോ എന്തെങ്കിലും എടുക്കുവാണെങ്കിൽ, അപ്പോൾ നമ്മൾ TV ഓപ്ഷനിൽ പോയാൽ ഇത് ഡിജിറ്റൽ അനലോഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. നമ്മളപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും സ്കാൻ ചെയ്താൽ മതി. പിന്നെ ഇവിടെ നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, പ്രൈം വീഡിയോ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഹോട്ട്സ്റ്റാർ ഉണ്ട്, അങ്ങനെ പല പല സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടെ സോണി പിക്ചർ സ്കോർ, ഇവിടെ കയറിയാൽ സോണി ചെയ്ത സിനിമകളൊക്കെ കാണാൻ പറ്റും. സോണി പ്രൊഡ്യൂസ് ചെയ്ത സിനിമകൾ, അതായത് സോണിയുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ സിനിമകൾ ഉണ്ടതെ. കുറച്ച് ഇമെയിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഞാൻ പക്ഷേ ടെലിഗ്രാം വഴിയാണ് സിനിമകൾ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. ഞാൻ ആകെ ഇതിനകത്ത് കളി കാണാനും പിന്നെ സിനിമ കാണാനൊക്കെ ആയിട്ട് ഞാൻ ഈ രണ്ട് കാര്യത്തിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സിനിമയ്ക്കും കളി കാണാനും, അല്ലെങ്കിൽ ഫുട്ബോൾ മാച്ചും ക്രിക്കറ്റ് മാച്ചും പിന്നെ മൂവീസും. ഏറ്റവും എനിക്ക് ബെസ്റ്റ് എക്സ്പീരിയൻസ് തോന്നിയിട്ടുള്ളത് മൂവീസിലാണ്. കാരണം വെച്ചാൽ മൂവീസിലാകുമ്പം പലതരം ഷോട്ടൊക്കെ കാണാൻ പറ്റും മൂവീസിൽ. അതിൻ്റെ കറക്റ്റ് ക്ലാരിറ്റി, പ്രത്യേകിച്ച് എനിക്ക് മറ്റേ ആവേശത്തിനകത്ത് ക്ലൈമാക്സ് കണ്ടിട്ടുള്ളവർക്കറിയാം. ഫാസ്റ്റിൽ ഒരു ആനിമേഷൻ സീനുണ്ട്, ചാടുന്നതും കുത്തിമറിയുന്നൊക്കെ ഒരു ആവേശം എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് ആനിമേഷനായിട്ട്. അതൊക്കെ നൈറ്റിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ആവേശം തോന്നി. അപ്പം അത്രയ്ക്ക് നല്ലൊരു നല്ല സിനിമയായിരുന്നു.
പിന്നെ ഈ ഒരു സീൻ കൂടി കണ്ടപ്പോഴത്തേക്കും സെറ്റ് എന്ന് പറയാനുള്ളൂ. ആ ഒരു ആനിമേഷൻ സീൻ കണ്ടപ്പം പ്രത്യേകിച്ച് നൈറ്റ് ഇരുന്ന് കണ്ടുകൊണ്ട് ആ ലൈറ്റൊക്കെ കൃത്യമായിട്ട് വന്നു. ഇതിൻ്റെ വേറൊരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ ഓപ്പൺ ക്യാമറ ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് സിനിമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ലൈറ്റ് കൃത്യമായിട്ട് കാണാനില്ല. അതിൻ്റെ അകത്ത് പ്രത്യേകത എന്ന് വെച്ചാൽ ലൈറ്റ് ഓഫ് ചെയ്താൽ ഇതിൻ്റെ ക്ലാരിറ്റി കൂടും, ലൈറ്റ് ഓഫ് ചെയ്താൽ ലൈറ്റിനനുസരിച്ച് ക്ലാരിറ്റി അഡ്ജസ്റ്റ് ആകും, ലൈറ്റ് ഓൺ ചെയ്താൽ അതിനനുസരിച്ച് ക്ലാരിറ്റി കുറയുകയും ചെയ്യും. ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പം അത്രയ്ക്ക് ഉള്ളായിരുന്നു ഈ ഒരു ടി വിയെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പം കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പറയാം. താങ്ക് യു.